40 രൂപയുടെ ചായപ്പൊടി വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപ സമ്മാനം. ബോച്ചയുടെ തേയില കച്ചവടത്തിന് പൂട്ടിട്ട് പോലീസ്. അതായത് മലയാളിയുടെ ബുദ്ധിയില്ലായ്മയും വിവരക്കേടിനെയും മണ്ടത്തരത്തെയും എങ്ങനെ വിറ്റ് കാശാക്കാമെന്ന് പഠിച്ച അതിബുദ്ധിമാനും തന്ത്രശാലിയുമായ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ ടിക്കറ്റ് വിൽപ്പന നടത്തിയതിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. മേപ്പാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ, വഞ്ചന, നിയമവിരുദ്ധമായി ലോട്ടറി നടത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ചായപ്പൊടി വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്ന കൂപ്പൺ അടക്കം ലഭിക്കുന്നതായിരുന്നു ബോച്ചെ ടി ലക്കി ഡ്രോ. വിവിധ ഇടങ്ങളിൽ ഇതിനായി പ്രത്യേകം ഷോപ്പുകളൊക്കെ തുടങ്ങി ഈ പദ്ധതിക്ക് വലിയ പ്രചാരമൊക്കെ ലഭിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിലാണ് ഈ ലക്കി ഡ്രോ നടത്തി വന്നതും. ബോച്ചയുടെ നേതൃത്വത്തിലുള്ള ഫിജി കാർട്ട് എന്ന കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ബോച്ചെ ടീ പാക്കറ്റുകളിലുള്ളത്. ചായപ്പൊടി കൂടാതെ മറ്റ് പ്രോഡക്റ്റുകളെല്ലാം ഇതിലുണ്ട്. ഈ പാക്കറ്റ് വാങ്ങുന്നവർക്ക് 30 കൂപ്പണുകൾ നൽകുന്നതാണ് ബോച്ചെ ടി ലക്കി ഡ്രോ. ദിവസവും ഇതിന്റെ നറുക്കെടുപ്പ് നടക്കും. 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ദിവസേനയുള്ള സമ്മാനങ്ങൾ. 25 കോടി രൂപ വരെ ബമ്പർ സമ്മാനമായി നൽകുമെന്നൊക്കെയാണ് ഈ കമ്പനി പറയുന്നത്. ചായപ്പൊടി വിൽപ്പനയ്ക്ക് പുറമെ പ്രമോഷൻ എന്ന വ്യാജേനയും ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്നാണ് ബോച്ചയ്ക്കെതിരെ എടുത്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത്. ദിനംപ്രതി നറുക്കെടുപ്പ് നടത്തുകയും സമ്മാനങ്ങൾ വിതരണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന കുറയുന്നതിനാൽ സർക്കാരിനും നഷ്ടമുണ്ടാകുന്നു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ലോട്ടറി ഡയറക്ടറും പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതായത് ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ഒരു ചൂതാട്ടം തന്നെയാണ്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ചൂതാട്ടമൊന്നും നടത്താൻ പാടില്ല. നിയമവിധേയമായി സർക്കാർ നടത്തുന്ന ലോട്ടറിക്ക് മാത്രമാണ് അംഗീകാരം. മറ്റുള്ള രീതിയിൽ സ്വകാര്യ വ്യക്തികൾ ഭാഗ്യക്കുറി നടത്തിയാൽ ലോട്ടറി നിയമത്തിന്റെ ലംഘനം, ചൂതാട്ടം, മണി ലോണ്ടറിംഗ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്താവുന്നതാണ് എന്നാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. ഇത് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ജാമ്യമില്ലാതെ ഇദ്ദേഹം ജയിലിലാകുമായിരുന്നു. ഇത് മാത്രമല്ല, മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ബോച്ചയുടെ ഈ തട്ടിപ്പ് മുക്കിയെന്ന് വേണം ഇവിടെ പറയേണ്ടത്. അനധികൃത പണം ഇടപാടും ചൂതാട്ടവും ഒക്കെയാണ് ചായപ്പൊടി കച്ചവടത്തിന്റെ മറവിൽ നടന്നു വന്നത്. ഇത് മാത്രമല്ല, ബോച്ചയുടെ വാർത്തകളൊക്കെ ഇതിനു മുമ്പും ജനശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ്. നേരത്തെ തന്നെ സ്വന്തം കള്ള് ഷാപ്പിന്റെ പരസ്യ വീഡിയോ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നിവർത്തി കേട്ട് പോലീസിന് കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം പോലും മുൻപുണ്ടായിരുന്നു. മുൻ SP CD ശ്രീനിവാസനാണ് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുൻപാകെ ക്രിമിനൽ നടപടി നിയമം വകുപ്പ് 154 പ്രകാരം ബോബി ചെമ്മണ്ണൂരിന്റെ കള്ള് ഷാപ്പ് പരസ്യത്തിനെതിരെ പരാതി നൽകിയത്. അതായത് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ ചെത്തുകാരന്റെ വേഷത്തിൽ കള്ള് ഷാപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ പരസ്യ താൽപര്യത്തോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഇതിൽ മദ്യം ഉപയോഗിക്കരുത് എന്ന നിയമാനുസൃത മുന്നറിയിപ്പ് പോലും വീഡിയോയിൽ ചേർത്തിട്ടില്ല. നിരന്തരം ട്രോളുകൾക്കും വിധേയമായപ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ തന്റെ ബിസിനസ്സിന് ഗുണകരമാകുന്നു എന്ന നിരീക്ഷണമായിരുന്നു ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. ട്രയൽ റണ്ണിന് പിന്നാലെയാണ് ടോഡി പബ് എന്ന പേരിലുള്ള സ്വന്തം പ്രസ്ഥാനം ബോച്ച ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് പിന്നാലെ ഷാപ്പിനുള്ളിൽ മീൻ പിടിച്ചു കൊടുത്തും ആടിയും പാടിയും ഭക്ഷണം വിളമ്പിയും ഒക്കെയായിരുന്നു ബോച്ചെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത്. മദ്യവിൽപ്പനയും ഉപയോഗവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമവിരുദ്ധമായ പരസ്യ വീഡിയോ ആണെന്നും ക്രിമിനൽ നടപടി നിയമം വകുപ്പ് 154 പ്രകാരമുള്ള പരാതിയിലാണ് ഇതുള്ളത്. മദ്യ ഉപയോഗത്തിനെതിരെ കർശന നയമാണ് സർക്കാരിനുള്ളതെങ്കിലും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന ആരോപണത്തിന്മേൽ കാടിളക്കിയ നടപടികൾക്ക് തയ്യാറായ നടക്കാവ് പോലീസ് ശ്രീനിവാസന്റെ പരാതിയിന്മേൽ നടപടിയെടുക്കാൻ അന്ന് അറച്ചുനിന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ മികച്ച സേവനത്തിന്റെ പലതവണ അംഗീകാരം നേടിയിട്ടുള്ള ആളാണ് മുൻ SP ശ്രീനിവാസൻ. നർക്കോട്ടിക് വിഭാഗം DYSP ആയിരിക്കവേ കാര്യക്ഷമമായ മദ്യമയക്കുമരുന്ന് വേട്ടകൾ നടത്തിയ ആളാണ് അദ്ദേഹം. പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കേരള പോലീസിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തിയാണ്. കേരള അബ്കാരി 1077 വകുപ്പ് 55H എന്ന നിയമത്തിനെതിരായി ബോബി ചെമ്മണ്ണൂർ തന്റെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ള കള്ള് ഷാപ്പിന്റെ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യപ്പെടുത്തുന്ന വിവരം അറിയിക്കുന്നതിന് താൽപര്യപ്പെടുന്നു. ഈ പരസ്യം യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ലഭ്യമാണ്. കേരള അബ്കാരി നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി മദ്യം നൽകുന്നതിനുള്ള പരസ്യം നൽകുന്നത് വകുപ്പ് 41A പ്രകാരം പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട് വകുപ്പ് 2C പ്രകാരം സിനിമ എന്നാൽ ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്ന എന്തുമെന്നും അർത്ഥമാകുന്നു. കൂടാതെ ഇന്നത്തെ കുടുംബ സദസ്സുകളിൽ ഹോം തിയേറ്ററുകൾ ഉൾപ്പെടുന്നതിനാൽ നിയമപരമായ മുന്നറിയിപ്പില്ലാതെ ഇത്തരം പരസ്യ സീനുകൾ പ്രദർശിപ്പിക്കുന്നത് അബ്കാരി നിയമം വകുപ്പ്
55 പ്രകാരവും ശിക്ഷാർഹമാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം സിനിമാ പ്രദർശനം കാൽപ്പനിക തിയേറ്ററായും കരുതാവുന്നതാണ്. ഭരണഘടന അനുച്ഛേദം 47 അനുസരിച്ച് ഭരണകൂടവും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഇത്തരം മദ്യാസക്തി വളർത്തുന്ന പരസ്യങ്ങൾ നിരോധിക്കേണ്ടതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 4-ൽ 3 പ്രകാരം ഒരു കമ്പ്യൂട്ടർ സ്രോതസ്സിലൂടെ ചെയ്യുന്ന കുറ്റകൃത്യം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമ നടപടിക്ക് വിധേയമാക്കാവുന്നതാണ്. വകുപ്പ് 41 പ്രകാരമുള്ള കുറ്റം എന്നാൽ പ്രത്യേക നിയമത്തിലും പ്രാദേശിക നിയമത്തിലും ഉൾപ്പെടും. ഈ കുറ്റം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ തുടർച്ചയായി കുറ്റമെന്ന് കരുതാവുന്നതാണ്. അതിനാൽ ഈ പരാതിയിന്മേൽ സുധീരം ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അന്വേഷണം നടത്തുന്നതിനും എഫ്ഐആറിന്റെ ഒരു പകർപ്പ് തനിക്ക് നൽകുന്നതിനും താൽപ്പര്യപ്പെടുന്നു. ഇതാണ് അന്ന് ബോച്ചയ്ക്കെതിരെ അദ്ദേഹം നൽകിയ പരാതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.